Before starting, I want you to dislike this video. So please consider disliking this video right now. And once you become consistent after implementing the method I am going to explain, please come back to this video and turn that dislike into like. Because this is the best method you can ever get for being consistent, and this is going to be the best video that I have ever made. Okay. Hello everyone, I am Muhammad Ansaf. I am third year MBB student. So I am going to explain a simple yet powerful method for being consistent. If you are a person who really want to study 10, 12 or 14 hours a day with lot of focus and clarity, this video is specifically made for you. So I am going to focus on a principle called progressive overloading. ഈ പ്രോഗ്രസീവ് ഓവർലോഡിംഗ് എന്നുള്ള ടേം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ജിമ്മിൽ നിന്നാണ്. ഓക്കെ, അപ്പം ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ ജിമ്മിൽ പോകുന്നൊരു സമയത്ത് നമുക്കൊരിക്കലും ഹെവി വെയ്റ്റ്സ് എടുക്കാൻ അവർ ഒരിക്കലും നമ്മളെ സമ്മതിക്കില്ല. ഓക്കെ, നമുക്ക് ഏറ്റവും ലൈറ്റായിട്ടുള്ള വെയിറ്റ് ആയിരിക്കും നമുക്ക് ഇനീഷ്യലി തരാം. അതായത് 1.5 kg അല്ലെങ്കിൽ 2.5 kg ഒക്കെ ആയിരിക്കും നമ്മൾ ഇനീഷ്യലി നമ്മൾ എടുക്കുക. ഓക്കെ, ഇനി അഥവാ നമ്മൾ വലിയ വെയിറ്റ് എന്തെങ്കിലും എടുക്കാൻ പോവുകയാണെങ്കിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ലോവർ യുവർ ഈഗോ. അതായത് we should think that we are nothing and we should think that we are starting from scratch. Okay, actually we are starting from scratch. Okay, so അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ അഥവാ ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് ഇനീഷ്യൽ ഡേയിൽ തന്നെ ഒരു 100 kg ചെസ്റ്റ് പ്രസ് അടിക്കുകയാണെങ്കിൽ ഐ വിൽ ബി ഇൻജൂർഡ് ഫോർ അവർ. ഓക്കെ, പിന്നെ എനിക്ക് ഒരിക്കലും എനിക്ക് ജിമ്മിൽ പോകാൻ കഴിയില്ല. ഓക്കെ, ഐ കാൻ ഹിറ്റ് ജിം ഫോർ അവർ. ഓക്കെ, ഇനി ഈ ഒരു കാര്യം നിങ്ങൾ പാരലായിട്ട് ചിന്തിക്കട്ടോ. അതായത് ഇപ്പോൾ നിങ്ങളൊരു 6 hour സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ഇപ്പോൾ 6 hour സ്റ്റഡി ചെയ്യുന്ന ഈ ഒരു രീതിയിൽ പോകുന്ന ഒരാളാണ്. ഓക്കെ, നിങ്ങൾ പിറ്റത്തെ ദിവസം തന്നെ ഒരു 14 hour സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, സെയിം വേല ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇറ്റ് വിൽ ബി ഇമ്പോസിബിൾ. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു 6 hour നിന്ന് പെട്ടെന്ന് 14 hour പോകാൻ കഴിയില്ല. ഇവിടെയാണ് ഈ പ്രോഗ്രസീവ് ഓവർലോഡിങ് വരുന്നത്. ഓക്കെ, അതായത് ജിമ്മിൽ നമ്മൾ ചെയ്യുന്ന അതേ കാര്യമാണ് ഇവിടെയും ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ പതുക്കെ ഈ വർക്കിൻ്റെ എമൗണ്ട് കൂട്ടി കൊണ്ടുവരിക. ദാറ്റ് ഈസ് പ്രോഗ്രസീവ് ഓവർലോഡിങ്. പ്രോഗ്രസീവ് ഓവർലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജ്വലി വി ആർ ഇൻക്രീസിങ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഓവർ ദ ടൈം. ഓക്കെ, അങ്ങനെ പതുക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദാറ്റ് 14 hours ഫോർ അവർ. പ്രോഗ്രസീവ് ഓവർലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബൈ സ്മോൾ ആൻഡ് ഗ്രാജ്വലി ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് വർക്ക്. ഓക്കെ, സോ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ ഒരു 6 hour ഡെയിലി പഠിക്കുന്ന ഒരാളാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ മൈൻഡിൽ കരുതേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് പുഷ് ദ ലിമിറ്റ് നിങ്ങൾ പുഷ് ചെയ്യണം. പക്ഷേ അത് ഗ്രാജ്വലായിട്ട് പുഷ് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു 6 hour ഡെയിലി പഠിക്കുന്ന ഒരാളാണ്. നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് ഒരു 6 hour 20 minutes വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, ആ ഒരു വീക്ക് കംപ്ലീറ്റ്ലി 6 hour 20 minutes വെച്ചിട്ട് പഠിക്കുക. ആൻഡ് ഗ്രാജ്വലി പുഷ് ദ ലിമിറ്റ് ഇൻ നെക്സ്റ്റ് വീക്ക്. അടുത്ത വീക്കിൽ ആ ഒരു ലിമിറ്റിനെ പുഷ് ചെയ്യുക. അതായത് ഒരു 6 hour 40 minutes മാറ്റുക. അതിനുശേഷമുള്ള വീക്കിൽ ഒരു 7 hour ആക്കി മാറ്റുക. സോ ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വിത്തിൻ 3 months യു വിൽ ബിക്കം എ 10 hour per day ലേണർ. ഓക്കെ, വിച്ച് ഈസ് ആക്ച്വലി ഇനഫ് ഫോർ നീറ്റ് ഇഫ് യു സ്റ്റഡി വിത്ത് ലോട്ട് ഓഫ് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്. സോ ഫോക്കസ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, മെഡിറ്റേഷൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് വാച്ച് ചെയ്യുക. സോ മെഡിറ്റേറ്റ് ചെയ്യുക. പാരലലി നിങ്ങളൊരു 5 to 10 minutes ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുക ടു ഇംപ്രൂവ് ദ ഫോക്കസ്. ആൻഡ് surely if you study like this you can crack this NEET. And please don't forget what I told you in the intro. Thank you.